ഹലോ കൂട്ടുകാരെ, ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എരിക്കും പാല എന്ന് പറയുന്ന ഒരു ഇലയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളൊരു ഇലയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് മാത്രമാണ്. ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു 10 ഇല പറിച്ചിട്ട് നമ്മൾ ചൂടുവെള്ളം അനത്തി നമ്മൾക്ക് ശരീരവേദന ഉണ്ടെങ്കിൽ കാൽമുട്ട് വേദനയോ കാൽപാദം വേദനയോ കാലിൽ നമ്മുടെ ശരീരഭാഗത്ത് എവിടെ വേദന ഉണ്ടെങ്കിലും നമുക്ക് ചൂടുവെള്ളത്തിട്ട് അനത്തി നമുക്ക് തിളപ്പിച്ച് നമുക്ക് ചൂട് പിടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇത് എണ്ണ മേടിച്ചിട്ട് നമുക്കിതിൻ്റെ ഇല പറിച്ച് നമുക്ക് എണ്ണ കാച്ചി നമ്മുടെ ശരീരഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മളെ വേദന മാറിക്കിട്ടും, ശരീരവേദനയൊക്കെ മാറിക്കിട്ടും. നല്ലൊരു ഉപയോഗമുള്ളൊരു ഇലയാണ്. പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു ഇലയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദന വന്നാലോ നീര് വന്നാലോ അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ശരീരത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ ആശുപത്രി പോകത്തേ ഉള്ളൂ ഇപ്പം. പിന്നെ പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ പാടില്ല, അവർക്ക് പെട്ടെന്ന് പോയവർ വീട്ടുമുറ്റത്ത് എല്ലാം വളർത്തി നട്ട് പൊടിപ്പിച്ച് വെച്ചിരിക്കും. അവർ എവിടെയെങ്കിലും പോയി അവരെ വീട്ടിലില്ലെങ്കിൽ പോലും അവർ പുറമേ പോയി എവിടെയെങ്കിലും ആ ഇലയെ കണ്ടെത്തി അവർ പറിച്ചുകൊണ്ട് വന്നു ചൂടുവെള്ളം അനത്തി. അന്നൊക്കെ ആശുപത്രി പോകാനൊന്നും അവരുടെ കയ്യിലൊക്കെ പൈസയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. കുടുംബം നോക്കാനും അങ്ങനെയുള്ള ഒരുപാട് ദാരിദ്ര്യവും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും അവർക്ക്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ഉപയോഗിക്കത്തില്ല. എന്തൊരു വേദന വന്നാലും നീര് വന്നാലും അപ്പോഴേ ആശുപത്രി പോകും. അപ്പോൾ ഇപ്പം ഇതൊക്കെ നമ്മൾ പണ്ടുള്ള ഈ ആയുർവേദ മരുന്നുകളെന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗപ്രദമാക്കിയാൽ നമുക്ക് ഉപയോഗവും ഉണ്ട്, പക്ഷെ മാറുകയും ചെയ്യും. ഇത് മാറുന്നൊരു ഇലയാണ്. ഞാനും ഇത് ചൂടുവെള്ളമൊക്കെ അനത്തി കാലോ കയ്യോ ഒക്കെ വേദന വന്നു കഴിഞ്ഞാൽ പിടിക്കുന്നൊരു മരുന്നാണ്. പിന്നെ എണ്ണ കാച്ചി ഇത് എരിക്കും പാല പറിച്ചിട്ട് എണ്ണ കാച്ചി തേക്കാറുണ്ട്. നല്ല ഉപയോഗമുണ്ട്, എനിക്ക് നല്ല ഭേദമുണ്ട്. അപ്പം നിങ്ങളും അതേ കണക്ക് ചെയ്യണം, ചെയ്യാതിരിക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.